ഒരു അവൾക്കൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞു. അതൊരു വെറുതെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ്. അപ്പൊ എന്നോടും അവൾക്കൊപ്പം പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. മുഖ്യമന്ത്രി ശരിയല്ല, മുഖ്യമന്ത്രി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ കാര്യം പുറത്തു വന്നപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ എനിക്ക് തോന്നിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അക്കൗണ്ടബിൾ അല്ല. അപ്പൊ പിന്നെ ഒരാൾക്ക് വേറൊരാളോട് പറയാൻ ഒരു കാര്യവുമില്ല. സ്വകാര്യ ലാഭത്തിന് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഒരു സ്ത്രീക്ക് യഥാർത്ഥത്തിൽ നീതി കിട്ടുന്നുണ്ടോ എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വ്യാകുലത ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾക്ക് ഒരു നീതി കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോഴും ജനിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആദ്യം തന്നെ എന്നോട് ഗവൺമെന്റ് ചോദിച്ചില്ല. പോഷ് ആക്ട് പ്രകാരമാണെങ്കിൽ ചോദിക്കണം, നിങ്ങൾക്ക് IC പോകണോ, ഇന്റേണൽ കമ്മിറ്റി പോകണോ, അതോ നിങ്ങൾക്ക് പോലീസിനടുത്ത് പോകണം. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ പോലും ആവശ്യമില്ല എന്നൊക്കെ കേരളത്തിലെ സിസ്റ്റം നമ്മളെ തോന്നിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ കുറേ അധികം സ്ത്രീകൾ മിണ്ടാതിരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ സിസ്റ്റത്തിന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. റൈറ്റ് അവറിൽ ഡോക്ടർ ആശ ആച്ചി ജോസഫ്, സ്വാഗതം. ഒരു തുറന്നെഴുത്തിന് തയ്യാറായിരിക്കുകയാണ്, ഐഡൻറ്റിറ്റി പുറത്തു വിട്ടുകൊണ്ട് തന്നെ. അത്തരത്തിൽ ഈ തുറന്നു പറയുന്നതിനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അതിന് ഉള്ളിലേക്ക് പോകുമ്പോഴേ ഈ തുറന്നു പറച്ചിൽ എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അതായത് പുറകോട്ട് നോക്കുമ്പം. കാരണം ആദ്യം എന്നോട് പലരും പറഞ്ഞത് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കുക, ഇതൊരു ചെറിയ കാര്യമല്ലേ, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, നിങ്ങളിപ്പോൾ സിനിമ ചെയ്തു, ഇപ്പോൾ ഒരു സിനിമ ചെയ്തതേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മറ്റു കാര്യങ്ങളുണ്ട്, പിന്നെ അടുത്ത സിനിമകളെക്കുറിച്ചുള്ള പരിപാടികളുണ്ട്, പിന്നെ പലതരം കാര്യങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾ ഇതങ്ങ് മറന്നേക്കും, ഇതൊരു പേഴ്സണൽ കാര്യമല്ലേ. അപ്പോൾ എനിക്ക് ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത് ഏതോ ഒരു പേഴ്സണൽ കാര്യവും പൊളിറ്റിക്കലായി മാറും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചു. കാരണം ഇത് വെളിയിൽ വരാതെ ഒന്നും ഇരിക്കില്ല. കാരണം എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് എനിക്ക് അത് ഏതെങ്കിലും സമയത്ത് പറയേണ്ടി വരും. അപ്പോൾ എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നും. അപ്പോൾ ആ പുച്ഛം എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, നമ്മുടെ ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒരവസ്ഥ, അതിൽ ജനത്തിന് മുഴുവനുള്ള ഒരു രോഷം. പിന്നെ സിസ്റ്ററിൻ്റെ കേസിൽ സിസ്റ്ററിന് 3 വർഷമായിട്ടൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കിട്ടാത്തതുകൊണ്ട് സിസ്റ്റർ പുറത്തു വരുന്നു. ഇത് ഒരുമാതിരി ഒരു വളരെ മനംപുരട്ടലുണ്ടാക്കുന്ന നമുക്ക് നമ്മൾ ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഈ സമയമൊന്നും തിരഞ്ഞെടുത്തില്ലായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ മനസ്സിലായിക്കൊണ്ടേയിരുന്നു ഞാൻ ഉടനെ എപ്പോഴെങ്കിലും പറയേണ്ടി വരും. കാരണം എനിക്കിത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം ഞാൻ കരുതിയത് ഇങ്ങനെ ഒരു കത്തൊക്കെ അയച്ച്, ഗവൺമെന്റ് കത്ത് അയക്കുമ്പോൾ തീർച്ചയായിട്ടും മറുപടി അയക്കും. കാരണം ഞാൻ WCCയുടെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആയതുകൊണ്ട് കത്തൊക്കെ അയക്കും, അവർക്ക് എന്നെ പരിചയമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റൂല, അവർ കത്തിന് എന്തെങ്കിലും മറുപടി അയക്കും. അപ്പം ഞാൻ കരുതി അതങ്ങനെ പോട്ടെ എന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ മിനിമം പോലും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ നമുക്കിങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയായിരിക്കും? അതായത് കുറേ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്, കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗതികേടാണെന്നാണ് പറയുന്നത്. ഒരു പരാതി എന്ന് പറയുന്നത് ഏറ്റവും ഗതികെട്ടവർ മാത്രമേ കൊടുക്കുള്ളൂ, അല്ലാത്തവരൊന്നും കൊടുക്കൂല, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. അപ്പോൾ അത്രയും ഗതികേടുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? വേറൊരാളും താങ്ങില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് തോന്നിയ പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ, ആ മിനിമം ഗ്യാരണ്ടിയിലും എത്രയോ മൈനസിലാണ് നമ്മൾ പോകുന്നത്. എൻ്റെ കാര്യം അല്ല, എൻ്റെ കാര്യം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരാളായതുകൊണ്ട് അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനിപ്പോഴും അവരെ ന്യായീകരിക്കുകയാണ്, സിസ്റ്റത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ
ആ സിസ്റ്റം എന്തായാലും കറക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കാനാണല്ലോ നമ്മൾ പൊതുവെ ഒരു മിഡിൽ ക്ലാസ് ജീവിത രീതി അനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആക്ച്വലി ഡ്യൂ പ്രോസസ്സിലാണ് പോകുന്നത്. ഡ്യൂ പ്രോസസ്സിൻ്റെ തന്നെ ഒരു എക്സ്ട്രീം പ്രോസസ്സിലായിരുന്നു. അതായത് പലരും മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു, ഞാനും അയച്ചു. അപ്പം ഞാൻ കരുതി ഒരാൾക്ക് കൃത്യമായിട്ട് കാര്യം അറിയാം, എന്തായാലും പറയും. അപ്പം അതിനുശേഷം സംഭവിച്ചത് ഡ്യൂ പ്രോസസ് ആണെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന ആ ഒരു ക്ലാരിറ്റി അപ്പുറത്ത് നിൽക്കുന്ന സിസ്റ്റത്തിന് ഇല്ല. അപ്പം നമ്മൾ എത്ര ക്ലാരിറ്റിയോടെ ചെയ്താലും സിസ്റ്റം തിരിച്ച് ഒരു ഫോൾട്ടി സിസ്റ്റമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫോൾട്ടി സിസ്റ്റത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. അതിജീവിതയായിട്ടുള്ള നടിയുടെ കേസിലാണെങ്കിൽ, കുറവലങ്ങാട് മഠത്തിലെ സിസ്റ്ററുടെ കേസിലാണെങ്കിലും, പിന്നീട് ഈയിടെ വന്ന രാഷ്ട്രീയ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ പോലും ഈ അതിജീവിതകൾക്ക് ഭയങ്കരമായിട്ടുള്ള അതിക്രമം നേരിടേണ്ടി വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പിന്നെ പലപ്പോഴും ഈ കേസുകളുടെ ഒരു അന്തിമഘട്ടത്തിലേക്ക് വരുമ്പോൾ നീതി നിഷേധം അവർക്ക് നേരിടേണ്ടതായി വരുന്നതുകൊണ്ട്, ഇപ്പം നടിയുടെ കാര്യത്തിലായാലും സിസ്റ്ററുടെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവരും ഇതുപോലെ ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു വിട്ടുകൊണ്ട് വരുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ കൂടി ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അതിലും എനിക്ക് വേറൊരു രസകരമായിട്ടുള്ള കാര്യം തോന്നി. അതായത് ഈ സ്ത്രീകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പലവിധമായ കാരണങ്ങൾ കൊണ്ടാണ് അവരൊക്കെ പുറത്ത് വന്ന് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പം ഇപ്പം ഞാൻ ഇന്നും ഇന്നലെയൊക്കെ ചിന്തിക്കുമായിരുന്നു. അതായത് നമ്മളിങ്ങനെ നിരന്തരം സംസാരിക്കുകയാണല്ലോ, മീഡിയയോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ, ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നിയത്, വേറൊരാൾ ചോദിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതായത് ഇപ്പം ഈ കേസിലാണെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രി ശരിയല്ല, മുഖ്യമന്ത്രി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ കാര്യം പുറത്തു വന്നപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒന്നും മിണ്ടിയില്ല. പിന്നെ കുറച്ച് നാളത്തേക്ക് മിണ്ടിയേയില്ല. ഇപ്പോഴാണ് അവരെന്തെങ്കിലും മിണ്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും അന്തരമുണ്ട്. ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിലാണെങ്കിൽ വലിയൊരു ഹ്യൂ ആൻഡ് ക്രൈക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അതൊരു നടിയാണ്, അത് വളരെ പ്രസിദ്ധയായ ഒരു നടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ലൈനായിട്ട് നിന്നിട്ട് അവൾക്കൊപ്പം ഒന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു സല്യൂട്ട് കൊടുക്കുന്ന പോലെയൊക്കെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നടീനെ ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമുക്ക് ഇപ്പം നമ്മുടെ ആ കേസ് ഇപ്പോൾ കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് ഇന്ന സഹായങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അവർക്ക് ഇങ്ങനെയുള്ള അഡ്വൈസുകൾ കൊടുക്കണമായിരുന്നു. പക്ഷേ അവൾക്കൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞു. അതൊരു വെറുതെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ്, കൈ ചുരുട്ടി വായുവിലേക്ക് എറിയുന്ന പോലെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നി. ഇപ്പൊ എന്നോടും അവൾക്കൊപ്പം പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതെന്തിനാ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ട ആവശ്യമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അക്കൗണ്ടബിലിറ്റിയാണ്. മലയാളത്തിൽ അക്കൗണ്ടബിലിറ്റിക്ക് എനിക്ക് തോന്നുന്നു ചുമതല ബോധം എന്നൊക്കെ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും. അതിന് പിന്നെ നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ എനിക്ക് തോന്നിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അക്കൗണ്ടബിൾ അല്ല. അപ്പോൾ പിന്നെ ഒരാൾക്ക് വേറൊരാളോട് പറയാൻ ഒരു കാര്യവുമില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തില്ല, പ്രതിപക്ഷ നേതാവ് ഇത് ചെയ്തില്ല, മറ്റാൾ ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്നതിൽ ഒരു വിഷയമേ ഇല്ല, ഒരു കാര്യമേ ഇല്ല. അത് വളരെ എന്താ പറയുക, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പറച്ചിലുകൾ. അതായത് അവരവരുടെ ഉപരിവിപ്ലവമായിട്ട് പിന്നെ അപ്പുറത്തെ പാർട്ടി അങ്ങനെ ചെയ്തില്ല എന്നാ പിന്നെ നമുക്ക് പറഞ്ഞേക്കാം, ഇപ്പുറത്തെ പാർട്ടി ഇങ്ങനെ ചെയ്തില്ല എന്നാ പിന്നെ നമുക്ക് പറഞ്ഞേക്കാം, എന്തായാലും സ്ത്രീകളല്ലേ. അതായത് സ്ത്രീകൾ എപ്പോഴും സെക്കൻഡറി ആയിട്ട് മാത്രം മാത്രം ഉപയോഗിക്കുന്നു. അതായത് ഇപ്പം ഈ MLA കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്തുമാത്രം വിഴുപ്പാണ് വന്ന് അലക്കുന്നത്. ആണുങ്ങൾക്ക് ഒരു മടിയുമില്ല, വെറുതെ അവിടെ കയറി നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം.
എന്തെങ്കിലുമൊക്കെ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ അതിനൊരു ലൈസൻസ് കൊടുക്കുന്ന മാതിരിയാണ് കുറേ ചോദ്യങ്ങളും കുറേ ഉത്തരങ്ങളും. എന്തിനെങ്കിലും കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒന്നിനുമല്ല. പിന്നെ വരുന്ന അടുത്ത കേസിന് ഇതിന് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പം എനിക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വാർത്തയായി വരുമ്പോൾ അവരുടെ രാഷ്ട്രീയ സ്വകാര്യ ലാഭത്തിന് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഒരു സ്ത്രീക്ക് യഥാർത്ഥത്തിൽ നീതി കിട്ടുന്നുണ്ടോ എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വ്യാകുലത ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞൊരു 5 വർഷത്തെ വേണമെങ്കിൽ എടുത്തു നോക്കാം. അപ്പം ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയിലെ പ്രധാനിയായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആള് ഇങ്ങനെയൊക്കെ പെട്ടിട്ടുണ്ട്. അത് ഇപ്പൊ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു 25-30 ദിവസമാണ് മീഡിയ ആഘോഷിച്ചത്. അത് മീഡിയയും കൂടെ ചേർന്നിട്ടാണ് അത് RTI കൊടുത്തതെന്നൊക്കെ ഉള്ളത് ശരിയാണ്. അതിലൊരു വലിയ കാര്യമുണ്ട്, അത് പുറത്ത് കൊണ്ടുവരാൻ പറ്റി. പക്ഷെ അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ സെൻസേഷണലാണ്. അതെ, അതിൽ സെലിബ്രിറ്റി കേസുകൾ മാത്രം എടുത്ത് ആഘോഷിക്കുകയും കോറായിട്ടുള്ള കേസുകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് മീഡിയ. അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു നടിയെക്കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ടെങ്കിൽ ആ പരാമർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതൊരു എന്താ പറയുന്ന സ്പെക്കുലേഷനാണ്. അതായത് ഈ നടി ആയിരിക്കുമോ ഇങ്ങനെ, ആയിരിക്കുമോ മറ്റേ ആ നടൻ ഈ നടിയെ ആയിരിക്കുമോ, ഇതെന്താണ് ഈ പറയുന്നത്? ബേസിക്കലി ഒരാളുടെ ഡിഗ്നിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അയാളുടെ ഡിഗ്നിറ്റി പോയതിനെ കുറിച്ചിട്ട് നമ്മൾ വ്യാകുലപ്പെടുന്നതില്ല, പോട്ടെ. പക്ഷെ അത് കൃത്യമായി അവതരിപ്പിക്കുകയെങ്കിലും ചെയ്യാന്ന് പറയുന്ന ഒരു മാന്യത ഉണ്ടല്ലോ, ആ മാന്യതയൊന്നും ഇല്ല. അത് ഈ TRPയിൽ ഇങ്ങനെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാം. ഇപ്പൊ ഞാനൊരു ടെലിവിഷൻ പ്രൊഡ്യൂസർ ആയിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം ബുധനാഴ്ച വ്യാഴാഴ്ച ആകുമ്പോഴത്തേനും നമുക്കൊരു ആകെ ഒരു കൈവറയും തരിപ്പൊക്കെ വരും. എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഒരു കാര്യം കിട്ടിയാൽ അങ്ങോട്ട് പിടയ്ക്കുക എന്നുള്ള രീതിയിലാണ് പൊതുവെ. അപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ദയവായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് സമാധാനമായിട്ട് ഇത് ചെയ്യണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ, സ്ത്രീകൾ, ക്യൂർ വ്യക്തികൾ, ഇവരെയൊക്കെ കിട്ടിയാൽ പിന്നെ ഇതങ്ങോട്ട് ആഘോഷിക്കാനുള്ള ഒരു ടൂളായിട്ട് മാറ്റുക എന്നുള്ളതല്ലാതെ ഇപ്പൊ ഏതൊക്കെ സെക്ഷനിൽ കേസ് എടുക്കാം, ഏതൊക്കെ തരം കാര്യങ്ങൾ ചെയ്യാം ഓരോ കേസിലും. അതായത് ഇപ്പം നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനാണെങ്കിൽ ഈ കുറേ അധികം കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് പോലും അല്ല. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കാതെ ഇത് കിട്ടിയ ഉടനെ അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യാതെ അങ്ങ് വിടുക എന്നുള്ള. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം എൻ്റെ കേസിലോ വേറെ ഏത് കേസിലാണെങ്കിലും സമൂഹത്തിനൊരു വിദ്യാഭ്യാസ കുറവുണ്ട് ഈ കാര്യത്തിൽ. കാരണം ഇപ്പം ഞാൻ തന്നെ ഈ കേസ് പോലീസുകാരൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഈ പ്രോസസ്സിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് കുറേ പ്രായമായി, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സാധാരണ കേസ് വന്നാൽ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. എന്നെ എന്താ ആരും പഠിപ്പിക്കാഞ്ഞെന്ന് എനിക്കിപ്പോൾ ചോദിക്കാൻ പറ്റത്തില്ല. കാരണം എത്ര വർഷമായില്ലേ, നമ്മൾ പഠിക്കണ്ടേ. അതുപോലെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകാൻ നമുക്ക് പ്രശ്നമുണ്ട്. ഇപ്പോഴും ഒരു ജഡ്ജിൻ്റെ ചേംബറിൽ പോകാൻ നമുക്ക് ആകെ ഒരു അങ്കലാപ്പാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ ഭയം എന്ന് പറയുന്നത് സിസ്റ്റം ജനിപ്പിക്കുന്ന ഭയമാണ്. അതായത് ഇപ്പം നമുക്കറിയാം പല മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ സഹായകരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് ആ രാജ്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. കുറച്ചെങ്കിലും ഒരു മാന്യതയും ഒരു ഇതൊക്കെ ഉണ്ട് പോലീസിനെ ഇടപെടുമ്പോൾ. അപ്പൊ ഇവിടെ പക്ഷെ ഇപ്പൊ പോലീസ് അത് പഠിച്ചു വരുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഒരു നീതി കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോഴും ജനിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതായത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഇവര് നമ്മുടെ സുഹൃത്തുക്കളെ പോലെ പെരുമാറാൻ നമുക്ക് പറ്റുന്ന ആൾക്കാരാണെന്നുള്ള ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്ന ആ ഒരു സിസ്റ്റം അത് അങ്ങനെയാണ് നമ്മളിവിടെ രൂപകൽപ്പന ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മാറുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം മുമ്പേ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ അവൾക്കൊപ്പം എന്ന് പറയുന്നതിൽ ഒരു
ഒരു ട്രോമ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അതെ. പക്ഷേ ആ ഒരു രാഷ്ട്രീയം തുടരേണ്ടതല്ലേ? കാരണം അത്തരത്തിൽ ഉള്ള പിന്തുണയെങ്കിലും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക കൂടിയല്ലേ ആ ഒരു രാഷ്ട്രീയം ചെയ്യുന്നത്? തീർച്ചയായിട്ടും WCC കൊണ്ടുവന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ. #, അവൾക്കൊപ്പം എന്ന് നമ്മൾ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലത്ത് തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ നടിയുടെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് അത് ആൾക്കാർ ഏറ്റെടുത്തത്. അപ്പോൾ പക്ഷേ അവിടെ സംഭവിച്ചത് അതുപോലും ഇല്ലാതിരുന്ന സമയത്താണ് അത് സംഭവിച്ചത്. പക്ഷെ ഇന്ന് അതുണ്ടെന്ന് നമുക്കറിയാം. അതായത് ആൾക്കാർ പൊളിറ്റിക്കലി കറക്റ്റ് ആകാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണത്. അതായത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പിന്നെ വേറെ ഒന്നും ആവശ്യപ്പെടില്ല എന്നൊരു തോന്നലുണ്ട്. അപ്പൊ അത് നമ്മൾ അടുത്ത പടിയിലേക്ക് പോകണമല്ലോ. അവൾക്കൊപ്പം പറയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവൾക്കൊപ്പത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ ഒരാൾക്ക് പറ്റണമല്ലോ. ഇപ്പം എനിക്കറിയാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അതാത് വ്യക്തികൾ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ അക്കൗണ്ടബിൾ ആക്കി മാറ്റാൻ വ്യക്തികൾക്ക് കഴിയും. ചില വ്യക്തികൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രീസിഡൻസ് ഉണ്ടാവുകയാണ്. അതായത് സിസ്റ്റംസിന് എപ്പോഴും പ്രീസിഡൻസ് വേണം. അതായത് കഴിഞ്ഞ കേസിൽ ഇങ്ങനെ നടന്നു, ഈ കേസിൽ ഇങ്ങനെ ആകാം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യക്തികൾ ഒരു കാലഘട്ടത്തിൽ കുറച്ച് വ്യക്തികൾ വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ പ്രീസിഡൻസ് ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ പറയും ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, അദ്ദേഹം ചെയ്തിട്ടുള്ള കുറേ വിധികളുണ്ട്. അത് അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധികളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പക്ഷെ അത് പ്രീസിഡൻസ് ആണ്. അദ്ദേഹത്തിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾക്ക്, അതായത് അത്രയും വർഷം മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരാൾക്ക് അത് ചെയ്യാമെങ്കിൽ ഇന്നത്തെ നീതിന്യായ സംവിധാനത്തിന് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അവിടെ അദ്ദേഹത്തെ ആരും പിടിച്ച് ജയിലിലിട്ടില്ലല്ലോ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ബഹുമാന്യനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഉണ്ടാവാം എന്നുള്ളതിന് ഉറപ്പുള്ള ഒരു കാര്യമല്ലേ ഇത്. പക്ഷെ എന്തുകൊണ്ട് ഇന്നത്തെ ജഡ്ജസിന് അത് പറ്റുന്നില്ല? ഇപ്പം നമുക്കറിയാം എന്തുമാത്രം ചർച്ചയാണ് ഈ ജഡ്ജിനെ കുറിച്ചുണ്ടായത്. ആ ചർച്ചകൾ എന്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റിയിലേക്ക് വരുന്നില്ല? അത് വ്യക്തികളുടെ ചർച്ചയായിട്ട് മാറുവാണ്. ഈ ജഡ്ജ് മോശം, ആ ജഡ്ജ് നല്ലത്, അങ്ങനെയല്ലല്ലോ. അപ്പൊ ആ സിസ്റ്റത്തിന് ഈ ജഡ്ജിമാരെയൊക്കെ കുറച്ചുകൂടെ ഭേദപ്പെടുത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അല്ലെങ്കിൽ അതിലെ കുറെ വ്യക്തികൾ വിചാരിച്ചാൽ ഭേദപ്പെടേണ്ടതല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ എൻ്റെ കേസിലാണെങ്കിൽ തന്നെ വളരെ കൃത്യമായിട്ട് പോഷ് ആക്ട് പറയുന്നുണ്ട്. പോഷ് ആക്ട് പ്രകാരം കേസെടുക്കുകയാണെങ്കിൽ ഈ വ്യക്തിനെ ആദ്യം തന്നെ മാറ്റി നിർത്തുന്നു എന്ന് പുറത്തേക്ക് ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കണം. അതായത് ഇയാൾ ഇനി ഈ സ്ഥാനങ്ങളിലൊന്നും ഇരിക്കൂല. പക്ഷെ എന്നോട് ഇപ്പം ഗവൺമെന്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പേഴ്സണലി ഒരു മെസ്സേജ് ഫോണിൽ കൂടെ പറയുക, നിങ്ങൾ വരൂ, IFFK പങ്കെടുക്കൂ, അദ്ദേഹം ഉണ്ടാവില്ല, അദ്ദേഹത്തിന്റെ പേരും ഈ ബുക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ കാര്യം അല്ലാതായി മാറിയിട്ട് കുറേ നാളായല്ലോ. അതായത് നമ്മൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് സ്വമേധയാ ഗവൺമെന്റ് കേസെടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമൂഹത്തിനെതിരെയുള്ള കുറ്റമാണ്. അപ്പൊ ഈ സമൂഹത്തിനെതിരെയുള്ള കുറ്റത്തിന് കേസെടുത്തു കഴിഞ്ഞാൽ സമൂഹത്തോടല്ലേ പറയേണ്ടത്? അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ഒരു ധാരണ ഉണ്ടാവുകയും ഒരു സമാധാനം ഉണ്ടാവുകയും ചെയ്യും. അതായത് എനിക്കിങ്ങനെ ഇനി സംഭവിച്ചാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അടിത്തറ തന്നെ അതിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ. അപ്പൊ ഈ പോഷ് ആക്ടിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം ഗവൺമെന്റിന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. എൻ്റെ കേസിൽ പോഷ് ആക്ട് പ്രാബല്യത്തിൽ ഇല്ല, വന്നിട്ടില്ല. അതെന്ന് വെച്ചാൽ പ്രാബല്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ എന്നോട് ഗവൺമെന്റ് ചോദിച്ചില്ല. പോഷ് ആക്ട് പ്രകാരമാണെങ്കിൽ ചോദിക്കണം, നിങ്ങൾക്ക് IC പോകണോ, ഇന്റേണൽ കമ്മിറ്റി പോകണോ, അതോ നിങ്ങൾക്ക് പോലീസിൻ്റെ അടുത്ത് പോകണോ? അതൊരു നിയമപരമായ ഒരു പരിപാടിയാണ്, പ്രൊസീജിയറുള്ള. അത് ചോദിച്ചില്ല. അപ്പോൾ ആക്ച്വലി എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇത് അപ്ലൈഡ് ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ എനിക്ക് മനസ്സിലായത്
അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിഗ്നിറ്റിയിൽ ഏതോ ഒരു സ്ത്രീക്ക് ഏതോ ഒരു സമയത്ത് എന്തോ പറ്റി എന്നുള്ള രീതിയിലാണ്. അതായത് ഗവൺമെൻറ് വിളിച്ചിട്ട് അവിടെ പോയി ഈ പരിപാടിയിൽ പങ്കെടുത്ത, അതായത് ഈ സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു പരിപാടിയിൽ ഒരു ഉത്തരവാദിത്തത്തിൽ സർക്കാർ നിയോഗിച്ചു, ഒരു പ്രവൃത്തി ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് തൊഴിലിടമായി മാറി. അതെ. അപ്പം ശരിക്കും ഈ പോഷ് ആക്ടിൽ പറയുന്നത് ഇപ്പൊ സിനിമ വെച്ചിട്ട് നമ്മൾ 2022 WCCക്ക് ഒരു വിധി കിട്ടിയത്, ഒരു PILന് ഒരു വിധി കിട്ടിയായിരുന്നു. സിനിമയിലുള്ള എല്ലായിടത്തും പോഷ് ബാധകമാണ്. അപ്പോൾ അത് ഗവൺമെന്റിന് ബാധകമാണ്. സിനിമയിൽ എന്ത് ചെയ്താലും അത് ഗവൺമെന്റ്. അപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ സ്റ്റേറ്റിന്റെ ഒരു പണിയെടുക്കാനാ പോയത് എന്നുള്ള സ്റ്റേറ്റ് മറന്നുപോയി. അങ്ങനെ എഴുതിയിട്ട് പോലും സ്റ്റേറ്റ് അങ്ങനെ എടുത്തില്ല. അപ്പൊ ഇതെല്ലാം സിസ്റ്റമിക് ആയിട്ടുള്ള ലൂപ്പ് ഹോൾസും പിഴകളുമാണ്. അപ്പൊ ഞാനിപ്പോ അത് പറയുമ്പോഴത്തേനും ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ പിഴയാണ് എന്ന് പറഞ്ഞാൽ അത് കാര്യമല്ല. കാരണം ഏത് മുഖ്യമന്ത്രി ആയാലും ഏത് പോലീസ് ഓഫീസർ ആയാലും ഇങ്ങനെ തന്നെ നടക്കണമല്ലോ, ഈ സിസ്റ്റം ഓടണമല്ലോ. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഞാൻ വലിയ കാര്യമായിട്ട് കരുതുന്ന ഒരു സിസ്റ്റം ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതിരുന്ന പിന്നെ വലിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു കുറ്റകൃത്യം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രോമയേക്കാൾ കൂടുതൽ അത് നിയമപരമായി അതിനെതിരെയുള്ള ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ട്രോമ അതിന് തുല്യമായി വരുന്നു, അല്ലെങ്കിൽ അതിൽ ഏറെയായി വരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? അതെ അതെ. അപ്പൊ നമ്മള് ഇപ്പൊ എനിക്കൊക്കെ ഇങ്ങനെ തോന്നുന്നെങ്കിൽ, അതായത് എനിക്ക് പൊതുവെ ഈ പറയുന്ന കാര്യം ഞാൻ തന്നെ മനസ്സിലാക്കി, എനിക്ക് ചുറ്റും കുറെ ആൾക്കാരുണ്ട് എന്നെ സമാധാനിപ്പിക്കാനൊക്കെ. അപ്പൊ അതൊന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് സിസ്റ്റം തന്നെ അവരെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നാലത്തെ ഒരവസ്ഥ, അത് ഇപ്പം ഞാനിതിൽ പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ഒട്ടും ശരിയാവുകയല്ല. ഒട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഇനി എന്തിനാണ് ആൾക്കാരെ പരാതി കൊടുക്കാൻ പറഞ്ഞു വിടുന്നത്? ഞാൻ തന്നെയാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത് ഇങ്ങനെ. അതായത് നമ്മൾ പരാതി കൊടുത്താൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാകും, നിങ്ങൾ ആ രീതിയിൽ പരാതി കൊടുക്കാൻ തയ്യാറാവണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അത് ഇനി ഞാൻ ചെയ്യണോ? ഞാനിനി ആൾക്കാരെ എന്തിനാ പരാതി കൊടുക്കാൻ പറഞ്ഞു വിടുന്നത്? കാരണം ആദ്യം തൊട്ടേ പ്രശ്നമാണ്. FIR ഇടുവോ ഇടില്ലേ അറിഞ്ഞുകൂടാ. നമ്മൾ പൊതുവെ പറയുന്ന FIR തന്നെ മോശമായിട്ടാണ്. അതായത് FIR എഴുതുമ്പോൾ തന്നെ അതിലുണ്ടാകുന്ന പിഴവുകളാണ് നമ്മുടെ കേസിനെ ബാധിക്കുന്നത്. അപ്പൊ FIR എഴുതുന്നത് തന്നെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഞാൻ ആലോചിക്കുന്ന പോലും ഇല്ല. അപ്പൊ ഇതെല്ലാം ഈ ഫോൾട്ടി സിസ്റ്റത്തിന് പോസിബിൾ ആണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ പോലും ആവശ്യമില്ല എന്നൊക്കെ കേരളത്തിലെ സിസ്റ്റം നമ്മളെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയല്ല. കാരണം കേരളം നമ്മുടെ സംസ്ഥാനമല്ലേ. അറ്റ്ലീസ്റ്റ് കേരളം ഭയങ്കര സംഭവമാണ്, കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെ അല്ല എന്നൊക്കെ നമ്മൾ നാഴിക്ക് 40 വട്ടം പറയും. അപ്പം ഇത് എങ്ങനെ ശരിയാകും? ഇപ്പോൾ സമീപകാലത്തുണ്ടായ പല കേസുകളിലടക്കം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ സിസ്റ്റം പരാതി പറയുന്നവരുടെ ട്രോമയെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. സിസ്റ്റത്തിന്, അതായത് നിയമ സംവിധാനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയും വ്യവസ്ഥയും ഉണ്ട്. ആ വ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രമേ അവ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. പക്ഷേ അവിടെ ഒരു മാനുഷിക പരിഗണന ഈ പരാതി നൽകുന്നവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ ആ തരത്തിലൊരു നീതി നിഷേധം നേരിടേണ്ടി വരുന്നതായി കണ്ടിട്ടുണ്ടോ? ഇപ്പം നടിയുടെ കേസിലാണെങ്കിലും പോലും, കന്യാസ്ത്രീയുടെ കേസിലാണെങ്കിലും, താങ്കളുടെ കേസിലാണെങ്കിലും അത് ഒരു നിയമ നടപടിയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അതിന്റെ ആദ്യ പ്രോസസ്സിൽ പോലും അങ്ങനെ ഒരു ഡിലേ ഉണ്ടാവുന്നു. അതെ അതെ. എനിക്ക് തോന്നുന്നു ഈ കോടതിയിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ അത് ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം എൻ്റെ സുഹൃത്തും അതുപോലെ ഒരു എന്താ പറയുക സർവൈവറുമായിട്ടുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ അവിടെ ചെന്നിട്ടില്ലല്ലോ, അപ്പം നിങ്ങൾക്ക് വലിയൊരു എന്താ പറയുന്ന ഒരു ഏലിയനേഷൻ ഫീൽ ചെയ്യുന്ന പോയിന്റ് എത്തിയിട്ടില്ല. അപ്പം ഇപ്പം നിങ്ങളിതൊക്കെ പറഞ്ഞു, പക്ഷെ നിങ്ങൾ കോടതി ചെല്ലുമ്പോഴത്തേനും നിങ്ങളെ പരിപ്പെടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് ഇപ്പം പോലീസൊക്കെ നന്നായിട്ട് ഇടപെടും, ഇപ്പം എന്നോടും പോലീസൊക്കെ വലിയ കുഴപ്പമില്ലാതെ, അതായത് ആ സിസ്റ്റത്തിൻ്റെ ആ ഭാഗം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളോട്
സ്ത്രീകളായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മൾക്ക് ആരെങ്കിലും കൂടെ വേണേൽ കൂട്ടാം. അതൊക്കെ പണ്ട് ഭയങ്കര ഇങ്ങനെ ഒരു നമ്മൾ ഓൺ ദ റേസേഴ്സ് എഡ്ജ് പോലെയായിരുന്നു. അതായത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകണം, പോലീസുകാർ എന്ത് വേണോ ചോദിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതിന് കുറേ അധികം വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ FIRനെ കുറിച്ചിട്ടുള്ള ധാരണ നമുക്ക് കുറേയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മളുടെ നറേറ്റീവ് റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മൾക്ക് എന്താണോ സംഭവിച്ചത് അത് ക്ലിയർ ആയിട്ട് അവിടെ വേണം. അല്ലാതെ നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. നമുക്ക് ഫോക്കസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു വരുന്നുണ്ട്. അതായത് എൻ്റെ കാര്യം ഞാൻ വൃത്തിയായിട്ട് എങ്ങനെ പറയാം. അതേസമയം നമ്മൾ കോടതി ചെന്ന് കഴിയുമ്പം കോടതി, പ്രത്യേകിച്ചും ട്രയൽ കോർട്ടുകൾ, ഇതൊക്കെ ഞാൻ ഈയിടയ്ക്ക് പഠിച്ചതാണ് കേട്ടോ. ട്രയൽ കോർട്ടുകൾ ഒക്കെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഡിഫൻസ് ലോയർ ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം നടി ആക്രമിക്കപ്പെട്ട കേസിലും സിസ്റ്ററുടെ കേസിലും ഒരേ ഡിഫൻസ് ലോയർ ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ജീവൻ എത്രയോ പ്രാവശ്യം പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ജീവൻ പോയി തിരിച്ചു കിട്ടി, ജീവൻ പോയി തിരിച്ചു കിട്ടി, ഇങ്ങനെയാണ് ഓരോ പ്രാവശ്യവും ഈ ഡിഫൻസിന്റെ ഓരോ ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ചു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ നടി പോലും അവർ റീതിങ്ക് ചെയ്യാണ്, അവർക്കിനിയും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അതായത് ഗവൺമെന്റ് അപ്പീല് കൊടുത്തോട്ടെ, ഞാൻ എന്തിനാണ് ഇനിയും ഇങ്ങനെ മുറിപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുന്നത് എന്നൊരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു സംശയമില്ല, അതിന് നല്ല തെളിവുകളുണ്ട്, ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. അപ്പൊ നമ്മള് ഒരിക്കലും നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പരാതി കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്കിപ്പോ ഒരു ചെറുപ്പക്കാരിക്കാണ് ഇത് സംഭവിക്കുന്നത്, ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് ഇതിൽ കൂടി കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് താങ്ങാനേ പറ്റില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഞാൻ ഇതിന്റെ കേസിന്റെ എണ്ണം നോക്കിയപ്പം ഞാൻ വെറുതെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കി. കാരണം എൻ്റെ പ്രധാന പണി റിസർച്ചാണ്, ഞാൻ റിസർച്ചാണ് പഠിപ്പിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പം 20 മുതൽ ഒരു 35-40 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സെക്ഷൽ ഹാരസ്മെന്റ് നേരിടേണ്ടി വരുന്നത്. അത് കോളേജുകളിലാണെങ്കിലും അതുപോലെ ഉദ്യോഗങ്ങളിലൊക്കെ ആണെങ്കിലും. അപ്പൊ ഈ സ്ത്രീകളൊക്കെ ജനറലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങ് ഗതികെട്ടാലാണ് അവർ ICയിൽ പോവുക, അല്ലെങ്കിൽ അവർ എങ്ങനെയെങ്കിലും ഒന്നി പറഞ്ഞു തീർക്കും, അല്ലെങ്കിൽ അവർ മിണ്ടാതെ ഇരിക്കും, അല്ലെങ്കിൽ അവര് വേറെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും. ഇങ്ങനെ പലതരം ഒത്തുതീർപ്പുകളുടെ ഒരു പരിതസ്ഥിതിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം സ്ത്രീകൾ മിണ്ടാതിരിക്കുക. അപ്പൊ കുറേ അധികം സ്ത്രീകൾ മിണ്ടാതിരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ സിസ്റ്റത്തിന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത്രയും സ്ത്രീകൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം മനസ്സുകളാണ് പുകയുന്നത്, എന്തുമാത്രം ജീവിതങ്ങളാണ് നരകിക്കുന്നത്, എന്തുമാത്രം ജീവിതങ്ങളാണ് പുറത്തു പറയാതെ മെൻ്റൽ ഹെൽത്ത് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം എൻ്റെ കോളേജിലെ തന്നെ എനിക്കറിയാം എത്രയോ സ്റ്റുഡൻസ് ആണ് ചൈൽഡ്ഹുഡ് അബ്യൂസ് കഴിഞ്ഞിട്ട് വരുന്നത്. അവർക്ക് നമ്മളോട് നേരിട്ട് നിന്ന് കുറെ കാര്യം പറയാൻ പോലും പറ്റത്തില്ല, അവർക്ക് അത്യാവശ്യമുള്ള കാര്യം പോലും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പിന്നെ എല്ലാ കാര്യത്തിനും അവരോട് പുറകെ നടന്ന് ഉത്തരങ്ങൾ ചോദിക്കുക. അത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആൾക്കാർ പറയും ഞങ്ങൾ പണ്ടൊന്നും ഞങ്ങൾ തെറാപ്പി എടുത്തിട്ടില്ലായിരുന്നു, ഞങ്ങൾ അത് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് മാതാപിതാക്കളോട് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല എന്നുള്ള പോയിന്റിലാണ് നിൽക്കുന്നത്. കാരണം ഇവർക്കത് മനസ്സിലാകുന്നില്ല. ഇവർക്ക് പിന്നെ അവസാനം കുട്ടികൾ ഓരോ മാനസിക രോഗങ്ങളുടെ പേരൊക്കെ പറയുന്നു. അവർക്കത് അറിയാമോ അറിഞ്ഞൂടെ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അവര് ഗതികേടിലാവുമ്പോഴായിരിക്കാം ചിലപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേറൊരു നിവൃത്തിയും തോന്നുന്നില്ലായിരിക്കാം. അപ്പൊ
ഇങ്ങനെ നമ്മളിപ്പം പണ്ടത്തെ കാര്യമൊക്കെ പറയും, ഭ്രാന്താലയം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഇത് ശരിക്കും വളരെ നമ്മുടെ ആരോഗ്യത്തിന്, ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഹാരസ്മെന്റ്, സെക്ഷുവൽ ഹാരസ്മെന്റ് അല്ലെ വയലൻസ് എന്ന് പറയുന്നത്. അതിപ്പം വീട്ടിലും ഉണ്ട്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ കീഴിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം എനിക്ക് തോന്നുന്നു സ്ത്രീകളും കുട്ടികളും കൂടി ആത്മഹത്യ ചെയ്തിട്ടുള്ളതിന്റെ നമ്പർ എന്ത് കൂടുതലാണ്. അപ്പൊ സ്ത്രീകൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴാണ് ആ സമൂഹം ശ്രദ്ധിക്കുന്നത്. അയ്യോ കുട്ടികളും മരിച്ചു എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാരസ്മെന്റും വയലൻസും സഹിക്കാനുള്ള ത്രാണിയില്ലാതെ എത്രയോ മനുഷ്യര് ആത്മഹത്യ ചെയ്യുകയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറുവാണ്. ഇപ്പം ഒരാൾക്ക് മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വലിയ പ്രശ്നമാണ്. അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണെങ്കിൽ 70% കുടുംബങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് ഹാൻഡിൽ ചെയ്യാൻ തന്നെ അറിയില്ല. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന. അപ്പം നമ്മൾ ഈ പറയുന്ന സെക്ഷൽ വയലൻസ് മുഴുവനും ഈ സമൂഹത്തെ ഇങ്ങനെ ആക്കി മാറ്റുന്നതിൽ ഈ സിസ്റ്റത്തിന് എന്താണ് പറയാനുള്ളതെന്നാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പരാതികൾ കൊടുക്കാതിരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അതേസമയം ഇതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ പരാതികൾ ഹെൽത്തി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പ്രിവെൻഷൻ, പ്രോഹിബിഷൻ, റിഡ്രസൽ എന്നാണ്. അതായത് തടയുക, നിരോധിക്കുക, പരാതി എടുക്കുക. അപ്പം നമുക്ക് നിരോധിക്കുന്ന കാര്യം ഇപ്പം ആലോചിക്കേണ്ട തൽക്കാലം. പ്രോഹിബിഷനെ കുറിച്ച് വേറെ ചർച്ചയാണ്. പക്ഷെ പ്രിവെൻഷൻ നമുക്ക് ആലോചിക്കാവുന്നതാണ്. പ്രിവെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 50% വ്യത്യാസം ഉണ്ടാവും, മിനിമം. കാരണം പുരുഷന്മാർക്ക് മനസ്സിലാവുകയാണ്, ഞാൻ ഇങ്ങനെ പെരുമാറിയാൽ എനിക്ക് ഇന്ന ഭവിഷ്യത്തുകൾ ഉണ്ടാകും. അതൊരു വലിയ കുഴപ്പമില്ലാതെ ആലോചിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ അതിന് പോകത്തില്ല. അറ്റ്ലീസ്റ്റ് കുറെയെങ്കിലും അയാൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അത് മനസ്സിലായില്ലാന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ അതേസമയം സ്ത്രീകൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഈ IC ട്രെയിനിങ് എന്ന് പറയുന്ന കാര്യം കൊടുക്കുന്ന എത്ര ഓഫീസുകൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. അതായത് പുരുഷന്മാർ പാനിക് ചെയ്യാണ്. പുരുഷന്മാർക്ക് ഏതെങ്കിലും തരത്തിലൊരു പരാതി വരുമെന്നുള്ള എവിടുന്നെങ്കിലും ഒരു ചെറിയ സിഗ്നൽ കിട്ടിയാൽ തന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ആത്മഹത്യകൾ പലതരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രിവെൻഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ സിസ്റ്റം എനിക്ക് തോന്നുന്നു 0.1% ഒക്കെ ആയിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത്. സിസ്റ്റം ഒരു 20% പ്രിവെൻഷന് ശ്രദ്ധിക്കാൻ പറ്റിയാൽ യഥാർത്ഥത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് സ്കൂളുകളിൽ വേണം, കോളേജുകളിൽ വേണം, ഉദ്യോഗ സ്ഥാപനങ്ങളിൽ വേണം. കുടുംബശ്രീ ഒത്തിരി അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പുരുഷന്മാരിൽ എത്തുന്നുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് ഈ പരാതി കൊടുക്കലിനെ സംബന്ധിച്ച് തോന്നുന്നത്. ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രിവെൻഷൻ നടക്കുകയാണെങ്കിൽ പരാതി കൊടുക്കാനും ഹെൽത്തി ആയിട്ടുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാർ വരും. അതിപ്പോ സ്വന്തം അനുഭവത്തിലും പരാതി കൊടുക്കാൻ ഏറെ നേരം ആലോചിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് അത് ഇതേ പ്രശ്നം തന്നെയായിരുന്നു അതിന് കാരണമായത്. അതെ, എന്ന് വെച്ചാൽ എനിക്കൊരു സംശയമായിരുന്നു. അതായത് ഞാൻ WCCയുടെ ഫൗണ്ടർ മെമ്പറൊക്കെ ആണെന്നൊക്കെ അല്ല, ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഈ പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ. അതൊന്നും അറിയാതെയല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എനിക്ക് വെറും പരാതി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കുകയാണ്. അപ്പൊ ആ പോലീസ് സ്റ്റേഷൻ എന്താ നടക്കാൻ പോണെന്ന് അറിയില്ല. എനിക്കാകെ പരിചയമുള്ളത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടാണ് നേരിട്ട് പരിചയമുള്ളത്. അപ്പൊ നമുക്ക് നേരിട്ട് പരിചയമുള്ള ഒരാൾക്ക് കൊടുക്കാം അങ്ങനെ വിചാരിച്ചു. പക്ഷേ അത് എഴുതാനായിട്ട് ഞാൻ കുറെ സമയം എടുത്തു. കാരണം എനിക്ക് വെറും പരാതിയായിട്ട് എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കൊരു ചലഞ്ച് ചെയ്യണം എന്ന് തോന്നി. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അധികാരമുള്ള എന്നെ ആക്ച്വലി നിയമിച്ച ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഉദ്യോഗത്തിൽ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയും കൂടെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ, കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ
അങ്ങനെ ഉദ്യോഗത്തിൽ നിയമിച്ച ഉദ്യോഗം തന്ന ഒരാളോട് നമ്മൾ ഒരു ചലഞ്ച് വെക്കുന്ന പോലെയാണ് ഞാനിത്. അത്രയും ആലോചിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് തോന്നിയത്. അല്ലെങ്കിൽ സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ആ പരാതിയിൽ വിശ്വാസം ഇല്ലാതായിട്ട് കുറേ നാളായി. കാരണം അങ്ങനത്തെ പരാതികൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് കിട്ടിയില്ലെങ്കിൽ ആ FIR പോലും വൃത്തിയായിട്ട് നടക്കില്ല. പിന്നെ നമ്മൾ അതിന്റെ പുറകെ നടക്കണം. FIR എഴുതുന്ന ആരാന്ന് നമുക്ക് അറിഞ്ഞൂടാ. FIR എഴുതുന്ന ആൾക്ക് ഈ തരം ഒരു ജെൻഡർ അണ്ടർസ്റ്റാൻഡിങ്ങിലാണോ എഴുതുന്നത് എന്നുള്ള ഇതെല്ലാം പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പരാതി കൊടുക്കാൻ പോകുന്ന ആൾക്ക് അതൊരു ഈവൻ പോലീസ് വനിതകളാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് ധാരണ ഉണ്ടാവും, വലിയ കാര്യം. അല്ലെങ്കിൽ ധാരണയില്ലാത്ത ഒരാൾ FIR എഴുതും. പിന്നെ നമ്മൾ ആ FIR തിരുത്താനോ അല്ലെങ്കിൽ രഹസ്യമൊഴി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതും നമുക്ക് അപ്പൊ FIR ഫോൾട്ടി ആണെങ്കിൽ പിന്നെ ഭയങ്കര പാടാ. അപ്പൊ ഇതെല്ലാം എനിക്ക് കവർ ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഗവൺമെന്റിനോട് നേരിട്ട് കാര്യം പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. അപ്പൊ അതിനത്രയും താമസം ഉണ്ടായി. അപ്പോഴും ഈ ഒരു FIR-ന്റെയും ഒക്കെ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒരു പരാതി എന്ന മട്ടിൽ അങ്ങനെ കടന്നു പോകേണ്ടതുണ്ട്. ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൽ നടപടിക്ക് കാലതാമസം ഉണ്ടായപ്പോൾ എന്താണ് ശരിക്കും തോന്നിയത്? കത്തയച്ച് കഴിഞ്ഞിട്ട് അത് നവംബർ 25, 24, 25 ഞാൻ കത്ത് എഴുതുന്നത്. അതിനുശേഷം 30-ാം തീയതി ആയപ്പോഴേക്കും പോലീസുകാരികൾ എൻ്റെ വീട്ടിൽ വന്നു. അപ്പൊ അത് പെട്ടെന്നുള്ള നടപടിയായിരുന്നു. പക്ഷേ അപ്പൊ എനിക്ക് ഒരു പ്രത്യാശ തോന്നി. ഓക്കെ, എന്തോ സംഭവിച്ചു. പക്ഷെ അതിനുശേഷം പിന്നെ അവർ പറഞ്ഞിട്ട് പോയത് 2 ദിവസത്തിനകം FIR റെഡിയാകും എന്നാണ്. അപ്പൊ ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 8 ദിവസമായിട്ട് ഒന്നും അറിയുന്നില്ല. അപ്പൊ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്നോട് ആരോ പറയുന്നത് TV സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും വിളിച്ചു ചോദിച്ചു. അപ്പൊ അവരറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ എന്നോട് അവർ പറഞ്ഞു ഒരു 14 ദിവസമൊക്കെ എടുക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് തൊട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ FIR ഉണ്ടായി. അപ്പൊ എനിക്ക് അപ്പോഴാണ് ഞാൻ അവിശ്വസിച്ച് തുടങ്ങിയത്. അവരെന്നോട് പറയുന്നത് ജെനുവിൻ അല്ല, അതായത് സിസ്റ്റം, ഞാൻ പറയുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ സിസ്റ്റം എന്നോട് ചെയ്യുന്നത് ജെനുവിൻ ആയിട്ടുള്ള ഒരു നീതിയായിട്ടുള്ള ഒരു പരിപാടി അവർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. പിന്നീടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അതായത് മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന വളരെ വേഗത്തിൽ തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെടുന്നു. അതിലൊരു നീതി നിഷേധം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ട്. അതിലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നീതി നിഷേധം ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് ഞാൻ ഒരുവിധം കുഴപ്പമില്ലാതെ ഒരു മെന്റൽ ഹെൽത്ത് ഒക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേനും ഇതാ കിടക്കുന്നു. പിന്നെയും ഈ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ ഒന്നേന്ന് തുടങ്ങുന്ന അവസ്ഥ. അപ്പൊ എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ ഞാൻ ആക്ച്വലി ഈ പത്രത്തിൽ എഴുതാനുള്ള ആ കുറിപ്പുമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി, 1.5 മാസമായി. അപ്പൊ എനിക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ 2-3 ലൈൻ എഴുതാൻ പറ്റും. പിന്നെ എനിക്ക് ആകെ കൂടെ മനം പുരട്ടലും ഛർദിയൊക്കെ വരും. കാരണം എന്തോ എൻ്റെ ശരീരത്തിന് അത് എടുക്കാൻ പറ്റാത്ത പോലെ ഒരു സംഗതിയായി. അതെനിക്ക് തോന്നുന്നു ആ വിശ്വാസമില്ലായ്മയെ എൻ്റെ ശരീരം എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഒരു വിധത്തിലാണ് ഞാൻ ഫെബ്രുവരി ആയപ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും അത് എഴുതി. അപ്പൊ എനിക്ക് സംശയമില്ലാതെയായിട്ട് കുറച്ചു നാളായി ഇത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എൻ്റെ ശരീരവും മനസ്സും ഒക്കെ ഒത്തു വന്നപ്പോൾ കുറച്ച് സമയം എടുത്തു. ഈ ഒരു പ്രോസസ്സിന്റെ സമയത്തിനിടയ്ക്കാണ് നടിയുടെ കേസിൽ വിധി വരുന്നത്. അതെ. അത് ഏതു തരത്തിലാണ് ബാധിച്ചത്? അതൊരു നടുക്കടലിലായിപ്പോയ പോലെ ആയിപ്പോയി. അതായത് നമുക്കറിയാം പവർഫുൾ ആയിട്ടുള്ള പുരുഷാധിപത്യ ഒരു സിറ്റുവേഷനിൽ, ഒരു വ്യവസ്ഥിതിയിൽ അവർക്ക് തന്നെയാണ് എപ്പോഴും മുൻഗണന. ഒരിക്കലും അത് മാറുന്ന ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ എങ്ങനെയെങ്കിലും ആ സിസ്റ്റത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ ഇതും അങ്ങനെ ഒരു മാനിപ്പുലേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ മനുഷ്യരെല്ലാവരും അത് മനസ്സിലാക്കുകയും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് അങ്ങനെയാണല്ലോ. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് എന്ത് പരിപാടിയാണ്, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, WCC എന്താ ചെയ്യുന്നത്.
എന്നൊക്കെ ചോദിക്കുന്ന. അപ്പൊ എനിക്ക് അതൊരു സന്തോഷം തോന്നി. കാരണം ആൾക്കാർ വളരെ ഗൗരവമായിട്ട് പ്രതികരിച്ചു. അപ്പൊ അതും എനിക്കൊരു പ്രത്യാശ തന്നു. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ വരികയാണ്. സിസ്റ്റർ വന്നപ്പോൾ എനിക്ക് സിസ്റ്ററിന്റെ മുഖം കാണാനേ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി. പക്ഷേ സിസ്റ്ററും എനിക്ക് വലിയ പ്രതീക്ഷ തന്നു. അതായത് അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും വരാൻ പറ്റുന്നുണ്ട്, അതൊരു വലിയ കാര്യമാണ്. അവർ രണ്ടുപേരും ചെയ്തത് നോക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല ആ രീതിയിൽ. അവർക്ക് വലിയ എത്രയോ 9 വർഷം എന്നൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങളെ അല്ലല്ലോ, അവരവരുടെ ജീവിതം കൊണ്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അപ്പം എന്നെപ്പോലെയുള്ള ഒരാൾ ഇതൊന്നും ചെയ്താൽ പോരാന്ന് അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഉറപ്പ് വന്നത്. അങ്ങനെയാണ് ഈ അതിജീവിതമാരായിട്ടുള്ളവർക്ക് ഒരു പ്രതീക്ഷ കൂടിയാണ് ഇവരുടെ ഇത്തരത്തിലുള്ള ഓപ്പൺ അപ്പ് ആകുന്ന നടപടികൾ എന്ന് തന്നെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഈ ബൗദ്ധികമായിട്ട് ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അങ്ങനെ കരുതുന്നവരിൽ നിന്നാണ് ഇങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. മറ്റു പലർക്കും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു മാനസിക നില ഉണ്ടാകുന്നത്? എനിക്ക് മനസ്സിലായത് ഇപ്പൊ നമ്മൾ എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് പവർഫുൾ ആയിട്ടുള്ള പുരുഷന്മാര്, അത് ലോകം എമ്പാടും അങ്ങനെയാണെന്നുള്ള ഒരു തെളിവ് പോലെയാണ്. ഇപ്പൊ എപ്സ്റ്റീൻ ഫയൽസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ സിസ്റ്റം അവരുടെ കൂടെ നിൽക്കുവാണ്. സിസ്റ്റം നിൽക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവര് ഒളിഞ്ഞൊന്നും അല്ല ഒന്നും ചെയ്യുന്നത്, എല്ലാം തെളിഞ്ഞാ ചെയ്യുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഒരു പൊതുജനതയുടെ മോറൽ കോമ്പസിന് മേൽ ഭയങ്കര അടിയാണത്. അടിച്ചങ്ങോട്ട് മനുഷ്യര് ഒരു എന്താ പറയുന്ന വിശ്വാസമൊക്കെ പോയിട്ട് അങ്ങ് താഴെ പോകുന്ന ഒരവസ്ഥയാണ്. അത് പൊതുജനങ്ങൾക്ക് വലിയൊരു ആഘാതമാണ് ശരിക്കും. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ എന്താ ചെറുതിലെ ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം എനിക്ക് മാനുഫാക്ചറിങ് കൺസെന്റ് എന്ന് പറയുന്ന പുസ്തകം എടുത്തു തന്നു, നോം ചോംസ്കിയുടെ. അപ്പൊ നോം ചോംസ്കി എപ്സ്റ്റീൻ്റെ കൂടെ ഇരിക്കുന്ന കണ്ട ഒരു ഫോട്ടോ കണ്ടപ്പം എൻ്റെ ചങ്ക് തകർന്നു പോയി. നോം ചോംസ്കി എൻ്റെ ആരുമല്ല, പക്ഷെ നമ്മൾ വിശ്വാസം വെക്കുന്ന ചില പ്രതീക്ഷകളാണല്ലോ ഇതൊക്കെ. അതെ. അപ്പം ഞാൻ മീഡിയ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് തോന്നുന്ന ഒരു പുസ്തകമാണ് മാനുഫാക്ചറിങ് കൺസെപ്റ്റ്. അപ്പൊ ഇങ്ങനെ എന്തിനാ ഇയാളുടെ കൂടെ ഇരുന്നതെന്ന് അങ്ങനെ എത്രയോ പേര്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സാധാരണ മനുഷ്യർ പറയില്ലേ, പാർട്ടി എന്തായാലും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ തമ്മിലൊരു ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്ന അവരുടെ സാധാരണ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നി ഈ പവർ ഉള്ളവരൊക്കെ തമ്മിലും ഈ കൈ കൊടുക്കലും, ഏതൊക്കെ തരം പവർ ഉള്ളവരാണെങ്കിലും, ഇന്റലക്ച്വൽ പവർ ആണെങ്കിലും, എക്കണോമിക് റിസോഴ്സിന്റെ പവർ ആണെങ്കിലും, വേറെ തരം പ്രശസ്തിയുടെ പവർ ആണെങ്കിലും, ഈ ആണുങ്ങളെല്ലാം തമ്മിൽ ഒരു ഐകമത്യം, ഒരു പ്ലാറ്റ്ഫോം എവിടെയോ ഒരു നമുക്ക് കാണാൻ പാടില്ലാത്ത ഒരു ഐകമത്യം ഉണ്ട്. അത് പവർലെസ് ആയിട്ടുള്ള ആൾക്കാരനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു എന്താണ് ഒരു അധികാരം പോലെ അവർ തമ്മിൽ അത് ഷെയർ ചെയ്യുവാണ്. അങ്ങനെയാണ് എപ്സ്റ്റീൻ ഫയൽസ് നമുക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടുത്തെ സിസ്റ്റം തകർന്നില്ല. അവിടുത്തെ സിസ്റ്റം തകർന്നില്ല, ആ സിസ്റ്റം അതിനെ എൻഡ്യൂർ ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നമൊന്നും വന്നാലും ഈ സിസ്റ്റം തകരുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിന് അത് അറിയാം. അപ്പൊ ആ സിസ്റ്റം അത് അറിഞ്ഞുകൊണ്ട് ഇത് കൂടെ നിൽക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തെയും സിസ്റ്റം ഇത് അറിഞ്ഞുകൊണ്ട് ഈ പവർഫുൾ ആയിട്ടുള്ള മനുഷ്യരുടെ കൂടെ നിൽക്കാനാണോ എന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിലും വലിയ കാര്യങ്ങൾ നമ്മളൊന്നും അറിവില്ലാതെ സംഭവിക്കുന്നുണ്ടാവും എന്ന് നമ്മൾ സാധാരണ പറയും. ഇതൊക്കെ ഒരു എന്താ പറയാ വെറുതെ ആൾക്കാർ പറയണതാണ്, ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നതിനും ഒരു മരുന്നിടുന്ന പോലെയാണ് ഇത് സംഭവിക്കുന്നത്. അത് ശരിക്കും പുരുഷാധിപത്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു കാര്യമാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ പറയുമ്പം ഫെമിനിസ്റ്റുകളെ പുച്ഛിക്കുമായിരുന്നു. ഇപ്പൊ ഈക്വാളിറ്റി പറയുന്നവരെ പുച്ഛിക്കാൻ പറ്റാത്ത അത്രയും ഉള്ള തെളിവുകൾ നമുക്ക് മുന്നോട്ട് കിട്ടുന്നുണ്ട്.
എന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ള തെളിവുകൾ കിട്ടുന്നുണ്ട് ലോകം മുഴുവൻ. ഇപ്പം ഹാർവി വൈൻസ്റ്റീൻ്റെ ഒക്കെ എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ആ രീതിയിൽ മനുഷ്യർക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഇപ്പോൾ താങ്കൾ എഴുതിയതിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ ഇര, അതിജീവിത എന്നീ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ വ്യക്തി എന്ന നിലയിൽ ഏറ്റവും അടിസ്ഥാനം ആയ അവകാശം പോലും മായ്ച്ചു കളയാൻ അത് സമൂഹം ശ്രമിക്കുന്നതായി തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംരക്ഷണത്തിൻ്റെയോ സുരക്ഷയുടെ പേരിൽ ഒരു സ്ത്രീയും നിശബ്ദയാക്കപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് തോന്നിയത്. ഇത് മറ്റ് അതിജീവിതമാരുടെ കാര്യത്തിൽ അത് എപ്പോഴും പ്രായോഗികമായ ഒന്നായി ഫീൽ ചെയ്യുന്നുണ്ടോ? പ്രായോഗികമല്ല. കാരണം ഇപ്പം എനിക്കത് പറയാനുള്ള ശക്തി എൻ്റെ ചുറ്റുമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് എനിക്ക് തരുന്നത്. അതേപോലെ എനിക്ക് എന്ത് സംഭവിച്ചാലും ഇനി ഞാൻ പറഞ്ഞ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ത്രാണി എൻ്റെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിക്ക് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം എൻ്റെ കുടുംബമായാലും എൻ്റെ ചുറ്റുമുള്ള ഇപ്പം WCC പോലെയുള്ള സഹോദരിമാരുടെ കൂട്ടങ്ങളായാലും അല്ലാതെയുള്ള അവൾക്കൊപ്പം പോലെയുള്ള നെറ്റ്വർക്കുകളായാലും അവരൊക്കെ വളരെ ജെനുവിനായിട്ടാണ് ഇതിനെ കാണുന്നത്. അതായത് ഈ അതിജീവിതമാരുടെ ജീവിതം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെ എങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കണമെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനിയിപ്പം ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പൊ അതുപോലെ പലർക്കും പറ്റണമെന്നില്ല. എന്നെ പോലെ പലർക്കും അത്രയും പ്രിവിലേജ് ഒന്നും ഇല്ല പലർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്നവരൊക്കെ പറയണം. ചിലർക്ക് ഒട്ടും പറയാൻ പാടില്ലാത്ത, അതായത് അവരുടെ കുടുംബമാരുടെ കൂടെ നിൽക്കുന്നുണ്ടാവില്ല, അവരുടെ മറ്റ് ഔദ്യോഗികമായ രീതിയിൽ അവർക്ക് വലിയ ഭീഷണികൾ ഉണ്ടാവും. അപ്പോൾ ജീവനെ പണയം വെച്ചിട്ട് ചെയ്യാന്ന് പറയുന്നത് കടുങ്കയാണ്. അത് വേണമെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ആ ജീവനെ ഇങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ചും സ്ത്രീകളും ഇങ്ങനെ പവർലെസ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുന്നെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന് ഇവിടെ വ്യക്തമായ ജോലിയുള്ളത്. അതായത് ഇവരെ കേൾക്കുന്ന സമൂഹം അത്തരം സപ്പോർട്ട് സിസ്റ്റമായി നിലകൊള്ളാൻ ഏതൊരു രീതിയിലും റെഡി ആകണം എന്നുള്ളതാണ്. ഇപ്പൊ ചിലര് പറയും സ്ത്രീകൾ കള്ളം പറയുന്ന കുറെ കേസുകളുണ്ട്. അപ്പൊ സ്ത്രീകൾ കള്ളം പറയുന്ന കേസുകൾ ഉണ്ടെങ്കിൽ 100 കേസ് വളരെ ജെനുവിൻ കേസിൽ ചിലപ്പോൾ 2 കേസായിരിക്കും അങ്ങനെ വരിക. അത് ഈ എല്ലാത്തരം കേസുകളിലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ ജെനുവിൻ ആയിട്ടുള്ള കുറെ നീതി നിഷേധങ്ങൾ ഉള്ളതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഫോൾട്ടി ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് ജെനുവിൻ ആയിട്ടുള്ള കേസുകളെ അത് വെച്ചിട്ട് വിലയിരുത്തി ഈ കേസുകളെല്ലാം ജനറലൈസ് ചെയ്ത് പോകുന്നത് അതും ഒരു എസ്കേപ്പാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരിക്കും ഗവൺമെന്റിനോട് അതുപോലെ ഭരണ സംവിധാനങ്ങളോടെല്ലാം സമൂഹം വളരെ കൃത്യതയോടെ ഇത് ചോദിക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് പിന്നെ പൊതു ജീവിതത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ WCC പോലുള്ളൊരു കൂട്ടായ്മയുടെ തുടക്കം മുതലുള്ള അംഗമാണ്, അതിൽ ഫൗണ്ടർ മെമ്പറാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ കേസുകൾ കൈകാര്യം ചെയ്തുള്ള പരിചയവുമുണ്ട്. എന്നിട്ടും ഒരു സ്വന്തം അനുഭവം വന്നപ്പോൾ ഒന്ന് പതറി. പക്ഷേ അതിനെതിരെ ഒന്ന് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് ഒരു പരാതിയായി ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അത് ഒരു പോരാട്ടമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതെ, അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാവർക്കും ഒരു പ്രിവിലേജ് ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം. അപ്പം സപ്പോർട്ട് സിസ്റ്റം എന്തായാലും വളരെ ദൃഢമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം മറ്റ് അതിജീവിതകളോടും ഐക്യദാർഢ്യപ്പെടാനും അവർക്ക് വേണ്ട, അതായത് നിയമ സാഹചര്യങ്ങൾ ഉണ്ടാവാം, മനോരോഗം അല്ലാതെ ഉള്ള ആരോഗ്യപരമായ സാഹചര്യങ്ങൾ ഉണ്ടാവാം. എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് മാനസികാരോഗ്യത്തെ പ്രത്യേകിച്ചും, അല്ലാതെ ശാരീരിക ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പിന്നെ ട്രോമ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇതിനെയൊക്കെ സഹായിക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിന് ഒരുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്.
ഇതിനെ ഞാനൊരു പോസിറ്റീവായ സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഉം. അപ്പം ഞാൻ മാത്രമല്ല, ഇങ്ങനെ താല്പര്യമുള്ള ഒത്തിരി മനുഷ്യരുണ്ട് ഉം. ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്ന. ഇപ്പം നമ്മൾ കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ പരിചയപ്പെട്ട തന്നെ കുറേ മനുഷ്യരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ പുരുഷന്മാർക്കും ഒരു വിടുതൽ വേണമല്ലോ. ഞാനതിനെ വിടുതലായിട്ടാണ് കാണുന്നത്. കാരണം ആണധികാരത്തിൻ്റെ കുറേ അധികം കെട്ടുപാടുകളിലാണ് ഉം. എപ്പോഴും പുരുഷന്മാർ വളർന്നു വരുന്നതും. അവരുടെ പ്രിവിലേജ് യഥാർത്ഥത്തിൽ പ്രിവിലേജ് അല്ല എന്ന് അവർ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അതായത് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് ആ പ്രിവിലേജ്. അപ്പം അത് മാറ്റി നിർത്തിക്കൊണ്ട് പുരുഷന്മാർക്ക് വരാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ആയിട്ടുള്ള ഒരു പ്രവർത്തനം. അതായത് പുരുഷന്മാർ ഓൾറെഡി കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ സ്ത്രീകളുടെ സംഘടനകൾ തീർച്ചയായിട്ടും വേണം. സ്ത്രീകളുടെ സംഘടനകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേസമയം സമൂഹത്തിൻ്റെ മുഴുവനും മനസാക്ഷിയെ ഇതിനു വേണ്ടി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ ലീഡർഷിപ്പ് വേണം. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അത് WCC അതുപോലെ ഒത്തിരി സംഘടനകൾ അതിൽ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പം അതിനൊരു സമയമാണെന്ന് വിചാരിക്കുന്നു. സിനിമയും അതിൻ്റെ കൂടെ പോകുന്നു. സിനിമയും അതിലൂടെ പോകുന്നു. നോക്കാം എങ്ങനെയാണ് സിനിമയുടെ കാര്യം എങ്ങനെയാണ്. ഇപ്പോൾ ഒരു സിനിമ ഇപ്പം കുറേ ഫെസ്റ്റിവൽസിലൊക്കെ പോകാനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ആ സിനിമയെക്കുറിച്ച് ഓർത്ത് ഒരു വിഷമമുണ്ട്. നമ്മൾ പറയില്ലേ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അതുങ്ങളെയൊക്കെ നോക്കണം എന്ന് പറയില്ലേ, അതുപോലെ സിനിമ നോക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ കാലയളവിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളോടെല്ലാം ഈ ഒരു കാര്യം, അതായത് 0 ടോളറൻസ് ടു സെക്ഷൽ വയലൻസ് എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമായിട്ട് എടുക്കാൻ, ഒരു അവരുടെ ആ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അവർക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, അതിനെ എല്ലാവരെയും കാണുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്.